ഗായ്സ് നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ ഗായ്സ്, എന്തായാലും നമുക്ക് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ബസ് സിമുലേറ്റർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ താജ്മഹലിൻ്റെ ബസ്സായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, അതാണ് നമ്മൾ താജ്മഹലിൻ്റെ ബസ്. അപ്പം നമ്മൾ താജ്മഹലിൻ്റെ ബസ് കാണാത്തവരൊക്കെ എന്താ ഇപ്പം ചെയ്യുക, നമ്മളെ ചാനലിലാണ്ട് കയറി വെക്കാൻ മതി. അപ്പോൾ അവിടെ ഉണ്ട് നമ്മളെ താജ്മഹലിനെ പറ്റിയുള്ള കുറേ വീഡിയോസ്. പിന്നെ ഗൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കറക്റ്റ് ടൈമിലൊക്കെ ഇടുമ്പോഴൊക്കെ നിങ്ങളെ ഫോണിൽ കണ്ട് എത്തും ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി. പിന്നെ ഗൈസ് നമുക്കൊരു സെക്കൻഡ് ചാനൽ വരുന്നുണ്ട്, ഹർഷാദ് എന്നാണ് പേര് വരുന്നത്. നമ്മളെ മെയിൻ ചാനലിൻ്റെ ഉള്ളിൽ തന്നെ കയറി കഴിഞ്ഞാൽ മൈ സെക്കൻഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഹോമിൽ കാണും. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് താജ്മഹലിൻ്റെ ബസ്. കണ്ട അങ്ങോട്ട് സീനില്ലേ നമുക്ക് നേരില്ല, നമുക്ക് പോകണം. കാര്യം എന്താ നിങ്ങളോട് പറഞ്ഞില്ലല്ലേ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു കട ഇടാൻ പോവാണ് ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണൊരു കാര്യമാണ്, ഇവിടെ ഇന്തോനേഷ്യയാണ് ഈ സ്ഥലം പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വണ്ടി ചാളിയായി കഴിഞ്ഞാൽ അത് അവരെന്നെ കഴുകാൻ പാടില്ല, കാർ വാഷേരെ എടുത്തുകൊണ്ട് കഴുകണം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകണം. കാർ വാഷ് പറഞ്ഞപ്പോൾ തന്നെ എന്താ മനസ്സിലായല്ലോ, നമ്മൾ തുടങ്ങാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാർ വാഷാണ് ഗൈസ് തുടങ്ങാൻ പോകുന്നത്. ഭയങ്കര രീതിയിൽ ഞാൻ ആലോചിച്ച് തുടങ്ങാൻ പോകുന്ന ഒരു ഇതാണ്. ഓക്കെ, ഇനി അടുത്ത വീട്ടിൽ നമ്മൾ വേറെ സാധനം ഇറക്കുന്നുണ്ട്, അതൊരു മാസ സാധനമാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോകട്ടെ. അപ്പോൾ നമ്മൾ സ്ഥലം വരുന്നത് നമ്മളെ വില്ലേജ് സൈഡാണ്. എൻ്റെ വീട് നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ വീട് അറിയാത്തവർ എന്താ യൂട്യൂബ് ചാനൽ കയറി വയ്ക്കാൻ മതി, അതിലുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് പോവാം. സീനാണ് നമ്മൾ താജ്മഹലിൻ്റെ വണ്ടി കയറുന്നത്. അല്ലെങ്കിൽ ഇതിനെ കാണാൻ ഒരു ലുക്ക് വേറെ ലെവലാണ് മോനെ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും വില്ലേജ് സൈഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊന്ന് വണ്ടി നിർത്തിയതാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കേണ്ടിയായിരുന്നു. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഡീസൽ ഓക്കെ, നമുക്ക് എന്തായാലും ചെറുപ്പേ ഇതാണ് ഗൈസ് ഈ ടൂറിസ്റ്റ് ബസ്സുകൾ പ്രത്യേകിച്ചുള്ളൊരു പ്രശ്നം എന്നാണ്, ഹാൻഡ് ബ്രേക്ക് എടുത്ത് ഉടനെ വണ്ടി അങ്ങോട്ട് പോവും. അതിപ്പോൾ എല്ലാ വണ്ടിക്കും പോവും എല്ലാവരും പറയും. അപ്പോൾ എല്ലാ വണ്ടിക്കും പോകും, നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടോളൂ. എനിക്ക് വണ്ടി ഓടിച്ചിട്ട് അത്രയുള്ള ഒരു ഇതുമില്ല. അപ്പോൾ ചേട്ടാ അറിയാവുന്നവർ പറഞ്ഞാൽ മതി. ഞാൻ ഇങ്ങോട്ട് സൈഡ് വലിക്കട്ടെ. കാരണം എന്താ വെച്ചാലേ വണ്ടി പോകുന്നല്ല, വണ്ടി പൊട്ടി തെറിക്കും ചിലപ്പോൾ. അതാണ് കേസിൻ്റെ പവർ. എനിക്ക് സിഗ്നലിലൊന്നും നിൽക്കാൻ നേരമില്ല. അമ്മേ ഓൻ്റെ അടുത്ത് തട്ടി, ഇനിയിപ്പോൾ ഞാൻ നിർത്തി കൊടുക്കേണ്ടി വരും. അതിനിപ്പോൾ എന്താടാ, ഞാൻ നിർത്തി തരാമല്ലോ സൈഡിക്ക്. ഇവിടെ ഞാൻ നിർത്തി തരാട്ടെ, സൈഡിക്ക് എവിടെ നിർത്തി തരാം, ഒന്ന് പോടാ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് പറപ്പിച്ച് വിടട്ടോ. ഓക്കെ, ഇവിടെ അടുത്തായിട്ടാണ് നമ്മൾ സ്ഥലം വരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ആ സ്ഥലം അറിയില്ല. എനിക്ക് കറക്റ്റായിട്ട് ആ സ്ഥലം അത്രക്കണ്ട് അറിയില്ല ഗൈസ്. ആ ഒരു വിഷയം വരുന്നുണ്ട്. എന്തായാലും ഇനി എല്ലാ ദിവസവും നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. എല്ലാ ദിവസവും ഒരു രാവിലെ നീച്ചിട്ട് നമുക്ക് ബെൻസ് എടുത്തിട്ട് പോയാൽ മതി. ഓക്കെ, നേരെ എനിക്കെന്താ കൺട്രോൾ ഇല്ലാത്തത്. ഞാൻ ഇങ്ങനെ മാപ്പ് നോക്കി പോവുകയാണ്. എന്തായാലും ഇനി കുറച്ചും കൂടെ ഉള്ളൂ അങ്ങോട്ട് പറയാൻ. ഓക്കെ പിന്നെ കാർ വാഷും പെട്രോൾ പമ്പും എടുത്താണ് കേട്ടോ. അവിടുന്ന് വണ്ടി വരാതെ നിന്നാൽ മതിയായിരുന്നു. ഭാഗ്യം കേട്ടോ, അവിടെ സിഗ്നൽ എത്തിയെന്നു, അല്ലെങ്കിൽ നമ്മൾ മാറി കൊടുക്കേണ്ടി വന്നിരുന്നു ഗൈസ്. നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഈ ലോറിയറിനൊക്കെ ഞാൻ ഓവർടേക്കണം. വേണ്ടില്ല ഗൈസ്, നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നില്ല. എടുക്കാച്ചാൽ പോയിക്കോട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല. ഓക്കെ, നമ്മളെന്തായാലും സ്ഥലത്തെത്താനായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളു നമ്മളെ സ്ഥലത്തേക്ക്. ഇവിടെ അധികം ആരും വരില്ല കേട്ടോ, ഇവിടെ കാർ വാഷ് ചെയ്യാനുള്ളതിനെ വരുള്ളൂ. ഇതണ്ട ഈ റോട്ടിൽ കണ്ട് കയറണം. ഇവിടെ ഒരു തിരക്ക് സാധനം ഇവിടെ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റി ഉള്ളവർക്ക്, ഇവിടെ ഉള്ളവർക്ക് റോഡ് കൊടുത്തതാണ്, അല്ല റോഡായിട്ട് ആൾക്കാർക്ക് കൊടുത്തതല്ല. റോഡായിട്ട് കൊടുത്തു തന്നെയാണ്, അവിടെ ഇനി ഓപ്പണാക്കാൻ പോവാണ്. ഇതാണ് മക്കളെ നമ്മളെ കാർ വാഷ്.
നോക്കേ കണ്ട ഇത്രയും സ്ഥലം നല്ല ഭംഗിയുള്ള വ്യൂ പോയിന്റിൽ നമ്മളെ കാർ വാഷ് ചെയ്യുന്നത് കണ്ട ഇതാണ് ഇവിടെ ഉള്ളിൽ വണ്ടി പോളിഷിങ്ങും ചെയ്യണ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. ഓക്കെ അവിടെ വേണമെങ്കിൽ നമുക്ക് ഒറ്റക്ക് കാർ വാഷ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മെഷീൻ വഴി കാർ വാഷ് ചെയ്യാം. അവിടെ ഒരു കട ഉണ്ട്, അവിടെ പെപ്സി കൊക്കക്കോല അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് വെറുതെ പോസ്റ്റായി ഇരിക്കുക അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ PS5 ഒക്കെ ഉണ്ട് കേട്ടോ കളിക്കാൻ. നമുക്ക് എന്തായാലും അപ്പുറത്തേക്കൊന്ന് പോയോക്കാം. ഈ ടൂറിസ്റ്റ് ബസ് കൊണ്ടിട്ട് വളക്കര ഇച്ചിരി നിസ്സാരമുള്ള കാര്യം. പക്ഷെ നമ്മളെ റോഡിന് ഭയങ്കര വീതിയുള്ളതുകൊണ്ട് സീനില്ല. കണ്ട ഗൈസ് ഇങ്ങോട്ടൊന്നും മാപ്പ് വന്നിട്ടും കൂടില്ല. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാപ്പൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടും കൂടില്ല ഗൈസ്. ഇവിടെയൊക്കെ കുറേ കടാളിഞ്ഞ് തുടങ്ങാൻ പോകണുള്ളൂ. ഇതൊക്കെ തുടങ്ങി റോഡ് പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ. പണി കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ ഇവരൊക്കെ ഉണ്ട് മാറി കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ റോഡിന് പോകണ്ടേ, ഡബിലൊക്കെ ഇങ്ങോട്ട് വരേണ്ടി വരും. ഞാൻ ആലോചിക്കേണ്ടത് നമുക്ക് ഈ ഒരു വീട് എടുത്താലോ എന്നാ. വേണ്ട പഴയ വീടാ. ഓക്കെ ഇബലൊക്കെ പോകേണ്ടി വരും. ഇബൽക്കൊക്കെ കച്ചവടം ഉണ്ടാവുമോ? കാരണം ഇങ്ങോട്ടൊന്നും ആരും വരില്ല. പക്ഷെ നമ്മൾ കാർ വാഷൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ, അതെന്തായാലും ഉറപ്പ് തന്നെയാണ്. ഓക്കെ വേണമെങ്കിൽ നമ്മൾ കാർ വാഷ് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. റിവേഴ്സ് റൈറ്റ് ഗസ്. ക്ലീനറൊന്നും ഇല്ല, അതുകൊണ്ട് ക്ലീനറും ഡ്രൈവറും ഒക്കെ ഞാൻ തന്നെ. ഓക്കെ ഇനി കേറ്ററ. ഓക്കെ ഇതാണ് നമ്മൾ സ്ഥലം വരുന്നത്. അപ്പോൾ നാളെയാണ് ഉദ്ഘാടനം, എല്ലാവരും വരണം കേട്ടോ ഗൈസ്. ഓക്കെ സെറ്റല്ലേ. ഇനി അവിടുന്ന് അത് ഇന്നായിരുന്നു കേട്ടോ. ഇനി ഔട്ട് ഇങ്ങോട്ടാണ്. ഔട്ട് നേരെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിൽ കണ്ടെത്തും. ഇതാണ് ഗൈസ് അവസ്ഥ. പിന്നെ നമുക്ക് സെക്കൻഡ് ചാനൽ ഒന്നും കൂടി പറഞ്ഞാൽ മതി. ഹർഷാദ് എന്നാണ് പേര് വരുന്നത്. നമ്മളെ മെയിൻ ചാനലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മളെ സെക്കൻഡ് ചാനൽ. ഓക്കെ അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.